ഹലോ ആസ്പിരൻസ്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ വന്നേക്കാവുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം റിലേറ്റഡ് ഫാക്ട്സും ഗാന്ധിജി കേരളത്തിൽ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക, ഫുൾ സ്ക്രീനിൽ ഇട്ടിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെൽക്കം ടു സണ്ണി സീഡ്സ് PSC ക്ലാസ്സസ്. ആദ്യം ഗാന്ധിജിയെ പറ്റി പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള 50 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊന്ന് മനസ്സിലാക്കാം. അദ്ദേഹം 1869 ഒക്ടോബർ 2 ജനിക്കുന്നത്. എവിടെയാണ് ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്തറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1869 ഒക്ടോബർ 2. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കരംചന്ദ്, മാതാവിൻ്റെ പേര് പുത്ലിഭായ് എന്നാണ്. 1883 അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചത് കസ്തൂർബായെയാണ്. 1893 അദ്ദേഹം നിയമ ഉപദേഷ്ടകനായിട്ട് അഭിഭാഷക വൃത്തിക്കായിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. 1883 അദ്ദേഹം കസ്തൂർബായെ വിവാഹം കഴിക്കുന്നു. 1893 അഭിഭാഷക വൃത്തിക്കായിട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നു. അഭിഭാഷകനായിട്ട് പോയ അദ്ദേഹം ഒരു സമര നേതാവായിട്ട് മാറുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അവിടെ ഇന്ത്യക്കാർക്കെതിരെയും, അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർക്കെതിരെയും വർഗ്ഗക്കാർക്കെതിരെയും നടന്ന വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം സമരം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമര ആയുധം എന്ന് പറയുന്നത് അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു. ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് ഈ പുസ്തകമാണ് അദ്ദേഹത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയത്. ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകമാണ് ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയത് 1915 1915 ജനുവരി 9 1915 ജാൻ 9 അദ്ദേഹം തിരിച്ചെത്തുന്നത്. ഈ ജനുവരി 9 അതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി 9 എന്ന് പറയുന്നത് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. പ്രവാസി ഭാരതീയ ദിവസം, പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ഈ ജനുവരി 9 ആചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ 2 എന്താ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഒക്ടോബർ 2 UN അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അഹിംസ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. അപ്പോൾ UN ഒക്ടോബർ 2 അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ടും ആചരിക്കുന്നുണ്ട്. 1948 നമുക്കറിയാം. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി അന്തരിക്കുന്നത്, അല്ലേ? അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നത് ജനുവരി 30 1948 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ ജനുവരി 30 എന്ന് പറയുന്നത് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഈ രക്തസാക്ഷി ദിനത്തിനെ മറ്റൊരു പേരും പറയും സർവോദയ ദിനം എന്നും പറയും. സർവോദയ ദിനം. ഓക്കെ, അപ്പോൾ ഇത്ര ഒന്നുകൂടി പറയാം. ഗുജറാത്തിലെ പോർബന്തറിലാണ് 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കരംചന്ദും മാതാവ് പുത്ലിഭായിയുമാണ്. 1883 കസ്തൂർബായെ വിവാഹം കഴിക്കുന്നു. 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അദ്ദേഹം സമര നേതാവായി മാറുന്നു. ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകമാണ് അദ്ദേഹത്തിന് ഏറ്റവും സ്വാധീനിച്ച പുസ്തകം. 1915 അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ ജനുവരി 9 1915 അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത്. ആ ജനുവരി 9 ഇതിൻ്റെ സ്മരണാർത്ഥം പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ 2 UN അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 1948 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി അന്തരിക്കുന്നത് ജനുവരി 30. ഈ ജനുവരി 30 രക്തസാക്ഷി ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു പേരെന്താ? സർവോദയ ദിനം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ച് ഒന്ന് പൊതുവേ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹങ്ങളിലൂടെയൊക്കെ ഒന്ന് നോക്കാം. 1906 അദ്ദേഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹം. 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹം. 1906 ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹം. എന്തിനു വേണ്ടിയായിരുന്നു? ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിൻ്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹം. ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിൻ്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹം. 1917 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1917 ചമ്പാരൻ സത്യാഗ്രഹം.
ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താ? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാണ് 1917 ബീഹാറിലെ ചമ്പാരനിലാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സത്യാഗ്രഹം. അപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 1917 ബീഹാറിലെ ചമ്പാരനിലായിരുന്നു. പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അവിടുത്തെ നീലം കർഷകർക്ക് വേണ്ടി അവിടുത്തെ നീലം കർഷകരെ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് ക്രൂരതകൾക്കും ചൂഷണങ്ങൾക്കും എതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സത്യാഗ്രഹം. അപ്പോൾ ഇൻഡിഗോ ഫാമേഴ്സ്, നീലം കർഷകരെ, അവർ ബ്രിട്ടീഷുകാരിൽ നിന്നും നേരിടുന്ന പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, ക്രൂരതകൾക്കും ഒക്കെ എതിരെയായിരുന്നു അദ്ദേഹം 1917 ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ബീഹാറിലെ ചമ്പാരനിൽ. രാജ്കുമാർ ശുക്ലയായിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ്. രാജ്കുമാർ ശുക്ലയാണ് ഇതിൻ്റെ പ്രാദേശിക നേതാവ്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് ആണെന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ലയായിരുന്നു. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് പോകാം. 1918 അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. 1918 ഇതാണ് ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹം ഏതാണ്? അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. ആദ്യത്തെ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. 1917 റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. പലയിടത്ത് പല സമയത്ത് പല രീതിയിൽ കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആവുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിലാണ് നടന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു അത്? നീലം കർഷകർ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾക്കൊക്കെ എതിരെയായിരുന്നു ഈ സമരം. ആരായിരുന്നു അതിൻ്റെ പ്രാദേശിക നേതാവ്? രാജ്കുമാർ ശുക്ല. അഹമ്മദാബാദ് മിൽ പണിമുടക്ക് നടക്കുന്നത് 1918 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹ പരീക്ഷണമായിരുന്നു അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. മിൽ തൊഴിലാളികളുടെ ശമ്പള വർധനവിനായിട്ടാണ് ഈ സമരം നടത്തുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ പണിമുടക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ പണിമുടക്ക് 1918. 1918 തന്നെയാണ് ഖേഡ സത്യാഗ്രഹം. 1918 എന്താണെന്ന് നോക്കാം. ഗുജറാത്തിലെ ഖേഡയിൽ അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ഈ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ഗുജറാത്തിലാണ് ഖേഡ സത്യാഗ്രഹം 1918. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം നോക്കാം. ഗാന്ധിജി സത്യാഗ്രഹ സമരം നടത്തിയത് ഗുജറാത്തിലെ ഖേഡയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. സർദാർ വല്ലഭായ് പട്ടേലും ഈ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രാദേശിക നേതാവാണ് ഇന്ദുലാൽ യാഗ്നിക്. നമുക്ക് നോക്കാം. റൗലറ്റ് നിയമവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും. സ്പീഡാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി സ്പീഡ് കുറച്ചിട്ട് കാണണേ. റൗലറ്റ് നിയമവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും 1919 നമുക്കറിയാം. 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ റൗലറ്റ് ആക്ടിന് എഗൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി ഒരു സത്യാഗ്രഹ സഭ ഫോം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു ആ സത്യാഗ്രഹ സഭയുടെ അധ്യക്ഷൻ. അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന് ഈ ആശയ പ്രചരണമൊക്കെ നടത്തി. പഞ്ചാബിലാണ് റൗലറ്റ് സത്യാഗ്രഹം ഏറ്റവും ശക്തമായിട്ട് നടന്നത്. 1919 ഏപ്രിൽ 13 അദ്ദേഹത്തിനെ സ്തബ്ധനാക്കിയ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. എന്താണ് 1919 ഏപ്രിൽ 13 നടന്നത്? 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഷോക്കായിപ്പോയി ഈ ഒരു ഇൻസിഡന്റ്. 1919 ഏപ്രിൽ 18 അദ്ദേഹം ഈ സത്യാഗ്രഹ സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നിർത്തിവെച്ചു. അപ്പോൾ ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1919 ഏപ്രിൽ 18 അദ്ദേഹം ഈ സത്യാഗ്രഹ സഭയുടെ പ്രവർത്തനം നിർത്തിവെച്ചു. അദ്ദേഹത്തിന് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ മാനിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് 1914 കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ തുടർന്ന് ഈ പദവി തിരിച്ചു നൽകി, ഈ ബഹുമതി തിരിച്ചു നൽകി. അടുത്തത് നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനം. നമുക്കറിയാം, ഒന്നാം ലോകയുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. ബ്രിട്ടനിൽ നിന്ന് തുർക്കിയിലെ സുൽത്താനായ ഖലീഫയ്ക്ക് അപമാനവും നേരിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ബ്രിട്ടനെതിരായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപവൽക്കരിക്കുന്നതിലേക്ക് വഴിതെളിച്ച ഇൻസിഡൻസ്. അപ്പോൾ അലി സഹോദരന്മാർ എന്നറിയപ്പെട്ട മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവരും മൗലാന ആസാദ്, ഹക്കീം അജ്മൽ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതിൻ്റെ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളായിരുന്നു ഇവർ. 1919 ലക്നൗ കേന്ദ്രമാക്കി ഇവരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെട്ടു. 1919 ലക്നൗ കേന്ദ്രമാക്കി ഇവരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെട്ടു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കപ്പെട്ടു. ഒക്ടോബർ 17 1919 ഇന്ത്യയിലൊട്ടാകെ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു സാഹചര്യം ഹിന്ദു മുസ്ലിം ഐക്യം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണെന്ന് ഗാന്ധിജി കണക്കിലാക്കി. അപ്പോൾ ഇത് ഒരു അവസരമായിട്ട് എടുത്തിട്ട് ഗാന്ധിജി അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തു. ഗാന്ധിജിയുടെ നേതൃത്വം അംഗീകരിച്ച് ഖിലാഫത്ത് കമ്മിറ്റി 1920 ഓഗസ്റ്റ് 1
ഓഗസ്റ്റ് 1 ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് സമരം ആരംഭിച്ചു. അപ്പോൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്, നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. ബാലഗംഗാധര തിലകിന്റെ ചരമദിനമായ 1920 ഓഗസ്റ്റ് 1, നമ്മൾ മുമ്പേ പറഞ്ഞു 1920 ഓഗസ്റ്റ് 1 രാജ്യമൊട്ടാകെ ദുഃഖാചരണം നടത്തുന്ന ദിനത്തിലാണ് ഈ നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് 1920 സെപ്റ്റംബർ 4 കൽക്കട്ടയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ സമരത്തിന് അനുമതി നൽകി. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ഇതിന് അംഗീകാരവും നൽകി. അപ്പോൾ രണ്ട് തരത്തിലുള്ള സമരമുണ്ട്. നിസ്സഹകരണ സമരത്തിന് ക്രിയാത്മകം കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതും നിഷേധാത്മകമായിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രണ്ട് തരം പരിപാടികളും ഉണ്ടായിരുന്നു. അത് നിഷേധാത്മകം എന്ന് പറയുമ്പോൾ ബഹിഷ്കരണമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കാം, ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം എന്താണ്? ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര ഗ്രാമത്തിൽ കർഷകർ, അതായത് 3000-ഓളം വരുന്ന കർഷകർ പങ്കെടുത്ത ഒരു കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെക്കുന്നു. ജനക്കൂട്ടം പ്രകോപിതരാകുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷൻ തീ കൊളുത്തുന്നു. 22 പോലീസുകാർ വെന്തുമരിക്കുന്നു. അപ്പോൾ ഈ സംഭവം ഗാന്ധിജിയുടെ പോളിസിക്ക് എഗൻസ്റ്റ് ആയിട്ട്, അതായത് ഗാന്ധിജിയുടെ അഹിംസ എന്ന് പറയുന്ന പോളിസിക്ക് എഗൻസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അഹിംസാ സമരത്തിന് വിരുദ്ധമായതുകൊണ്ട് തന്നെ അദ്ദേഹം 1922 ഫെബ്രുവരി 12 ബർദോളി പ്രമേയം എന്ന് പറയും, ബർദോളിയിൽ വെച്ച് ഗാന്ധിജി ഈ നിസ്സഹകരണ സമരം എന്നുള്ളത് പിൻവലിച്ചു. ഗാന്ധിജിയുടെ രചനകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും അറിഞ്ഞിരിക്കണം. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാം. ഇതിന് പുറമെ ദണ്ഡി മാർച്ചിനെ കുറിച്ചുകൂടി നമുക്കൊന്ന് പഠിക്കാം. ദണ്ഡി മാർച്ച് ദണ്ഡി മാർച്ച് 1930 മാർച്ച് 12 78 പ്രതിനിധികൾ ചേർന്നിട്ട് സബർമതി ആശ്രമത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് തുടങ്ങുന്നത്. ഗുജറാത്തിലെ ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഇത് നടന്നത്. 240 മൈൽ സഞ്ചരിച്ച് അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. എന്നാൽ 1930 ഏപ്രിൽ 5 അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 1930 മാർച്ച് 12 ആരംഭിച്ചിട്ട് 1930 ഏപ്രിൽ 5 അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. ഏപ്രിൽ 6 അദ്ദേഹം ഉപ്പ് നിയമം ലംഘിക്കുന്നു. ഏപ്രിൽ 6 അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചു. കേരളത്തിൽ പയ്യന്നൂരിൽ കെ കേളപ്പനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഗാന്ധിജിയുടെ ഈ ഉപ്പ് സത്യാഗ്രഹം. ഇനി ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ട്, അതും പ്രധാനമാണ്. ഗാന്ധിജി കേരളത്തിൽ വന്നതിനെക്കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രചനകളിലേക്കും അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്കും പോകാം. ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 തവണയാണ് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുള്ളത്. 1920 ഓഗസ്റ്റ് 18 1920 ഓഗസ്റ്റ് 18 ആദ്യമായിട്ട് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. അത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണത്തിനായിരുന്നു. നമ്മൾ പറഞ്ഞു ഖിലാഫത്ത് സമരത്തിൻ്റെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു അദ്ദേഹം രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഒക്കെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് സമരത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് 1920 ഓഗസ്റ്റ് 18 വന്നത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പൊതുയോഗത്തിലാണ് അദ്ദേഹം അന്ന് സംസാരിക്കുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിഹാരം കാണുക, ഈ ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാമതെത്തുന്നത് 1925 മാർച്ച് 8 1925 മാർച്ച് 8 രണ്ടാമതായിട്ട് ഗാന്ധിജി കേരളത്തിലെത്തുന്നത്. അതേതാണ്? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 1925 മാർച്ച് 8 വരെ. അപ്പോൾ ആദ്യത്തെ തവണ വന്നത് 1920 ഓഗസ്റ്റ് 18 വന്നത് ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് കടപ്പുറത്താണ് അന്ന് സംസാരിച്ചത് പൊതുയോഗത്തിൽ. രണ്ടാമതെത്തുന്നത് വൈക്കം സത്യാഗ്രഹ സമരത്തിന് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി 1925 മാർച്ച് 8 രണ്ടാം തവണ കേരളത്തിലെത്തുന്നു. ഇനി അദ്ദേഹം തിരുവനന്തപുരത്തെത്തി റാണി സേതുലക്ഷ്മി ഭായിയെ കൊണ്ട് സംഭാഷണവും നടത്തി. ശിവഗിരിയിൽ ഇനി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. തെക്കേ ഇന്ത്യയിലെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും 1927 ഒക്ടോബർ 9
ഒന്നുകൂടി പറയാം, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. 1920 ഓഗസ്റ്റ് 18 ആദ്യത്തെ സന്ദർശനം. ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. വൈക്കം സത്യാഗ്രഹ സമരത്തിന് പിന്തുണയായിട്ടാണ് അദ്ദേഹം രണ്ടാമതെത്തുന്നത്. 1925 മാർച്ച് 8 ആ സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി റാണി സേതുലക്ഷ്മി ബായിയെ കണ്ട് സംസാരിച്ചിരുന്നു. ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ചിരുന്നു. ഇനി 1927 ഒക്ടോബർ 9 മൂന്നാം തവണ കേരളത്തിലെത്തുന്നത്. ഹരിജന ഫണ്ട് പിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 1934 ജനുവരി 10 വീണ്ടും എത്തി. ജനുവരി 10 ഹരിജന ഫണ്ട് പിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 1934 ജനുവരി 10 വീണ്ടും എത്തി. ഈ 1927 ഒക്ടോബർ 9 എത്തിയത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണ്. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് 1927 ഒക്ടോബർ 9 എത്തുന്നത്. 1934 ജനുവരി 10 എത്തുന്നത്. 1934 സ്പീഡാണോ? ജനുവരി 10 എത്തുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഹരിജന ഫണ്ട് പിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1934 ജനുവരി 10 അദ്ദേഹം എത്തുന്നത്. നാലാം തവണത്തെ കാര്യം നമ്മൾ പറഞ്ഞത്. ഈ സന്ദർശനത്തിലാണ് ഗാന്ധിജി മാതൃഭൂമി സന്ദർശിച്ചത്. കേരളത്തിൽ ഗാന്ധിജി സന്ദർശനം നടത്തിയ ഒരേ ഒരു പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാതൃഭൂമിയാണ്. 1934 ഹരിജന ഫണ്ട് പിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിൽ 4ാം തവണ എത്തിയപ്പോഴാണ് മാതൃഭൂമി സന്ദർശിക്കുന്നത്. കേരളത്തിൽ ഗാന്ധിജി സന്ദർശിച്ച ഒരേ ഒരു പത്രം മാതൃഭൂമിയാണ്. 1937 ജനുവരി 13 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്ദർശനം. അത് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് അനുബന്ധിച്ചായിരുന്നു. ഈ യാത്രയെ അദ്ദേഹം ഒരു തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഗാന്ധിജി കേരളത്തിൽ 5 തവണ വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഗാന്ധിജി കേരളത്തിൽ 5 തവണ വന്നിട്ടുണ്ട്. 1920 ഓഗസ്റ്റ് 18 ആദ്യത്തെ സന്ദർശനം. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു. കോഴിക്കോട് കടപ്പുറത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം രണ്ടാമതെത്തുന്നത്. 1925 മാർച്ച് 8 രണ്ടാം തവണ എത്തുന്നത്. 1927 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വീണ്ടും എത്തുന്നു. ഹരിജന ഫണ്ട് പിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1934 ജനുവരി 10 വീണ്ടും എത്തുന്നു. അതാണ് 4ാം തവണത്തെ കേരള സന്ദർശനം. ആ സന്ദർശന സമയത്താണ് മാതൃഭൂമി പത്രം അദ്ദേഹം സന്ദർശിക്കുന്നത്. 1937 ജനുവരി 13 ഗാന്ധിജിയുടെ ഒടുവിലത്തെ കേരള സന്ദർശനം. ഈ യാത്രയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നാണ്. ഇനി ഗാന്ധിജിയുടെ രചനകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഹിന്ദ് സ്വരാജ് ആണ്, ഇന്ത്യൻ ഹോം റൂൾ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളൊക്കെ പലതവണ പല സ്ഥലങ്ങളിൽ കേട്ട് പഠിച്ചു വച്ചിരിക്കുന്നതായിരിക്കുമല്ലോ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആത്മകഥയാണ്. ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് അദ്ദേഹത്തിൻ്റെ രചനയാണ്. ഓൾ മെൻ ആൻഡ് ആർ ബ്രദേഴ്സ് അത് അദ്ദേഹത്തിൻ്റെ രചനയാണ്. അനാസക്തി യോഗം, ഡിസ്കോഴ്സസ് ഓൺ ഗീത. അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ യങ് ഇന്ത്യ എന്നുള്ളത് ഇംഗ്ലീഷിലാണ്. ഹരിജൻ അതും ഇംഗ്ലീഷിലാണ്. നവജീവൻ ഗുജറാത്തിയിലാണ്. യങ് ഇന്ത്യ, ഹരിജൻ ഇംഗ്ലീഷിൽ, നവജീവൻ ഗുജറാത്തി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുണ്ടായിരുന്ന പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിയെ പറ്റി നമ്മൾ പൊതുവേ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊരു റിവിഷൻ പോലെ എടുത്താൽ മതി. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? 1904 അദ്ദേഹം ആശ്രമം സ്ഥാപിക്കുന്നത്. അതിൻ്റെ പേര് ഫീനിക്സ്. ഓക്കെ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം 1904 സ്ഥാപിച്ച ഫീനിക്സ് ആണ്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ ജയിൽ ശിക്ഷ ഏത് വർഷമായിരുന്നു? 1908 അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ ജയിൽ ശിക്ഷ. അത് 2 മാസത്തെ തടവായിരുന്നു അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന് കിട്ടിയ ജയിൽ ശിക്ഷ 1908. ഗാന്ധിജി ആദ്യമായിട്ട് രൂപം കൊടുത്ത സംഘടന ഏതാണ്? വെജിറ്റേറിയൻ ക്ലബ്ബാണ് ഗാന്ധിജി ആദ്യമായിട്ട് രൂപം കൊടുത്ത സംഘടന. ഗാന്ധിജിയെ സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ പുസ്തകം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, അൺടു ദിസ് ലാസ്റ്റ്. അതാണ് ഗാന്ധിജിയെ സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ പുസ്തകം. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം 1924. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. ഒരു തവണ മാത്രമാണ് അദ്ദേഹം ആ പദവി വഹിച്ചത്. 1934 ഗാന്ധിജി കോൺഗ്രസ് വിടുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആത്മകഥ ഏതു ഭാഷയിലാണ് രചിച്ചത്? ആത്മകഥയുടെ പേര് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഏതു ഭാഷയിലാണ് ഈ ആത്മകഥ രചിച്ചത്? ഗുജറാത്തി. അടുത്ത ചോദ്യം,
ഇന്ത്യയിൽ വന്നതിന് ശേഷം ഗാന്ധിജി പ്രസിദ്ധീകരിച്ച 2 പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, യങ് ഇന്ത്യയും അത് കഴിഞ്ഞിട്ട് ഗുജറാത്തിയിൽ ആരംഭിച്ച നവജീവനും. യങ് ഇന്ത്യ ഇംഗ്ലീഷിലായിരുന്നു, നവജീവൻ ഗുജറാത്തി ഭാഷയിലും. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ലൂയി ഫിഷർ. ലൂയി ഫിഷറാണ് ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഞാൻ പറഞ്ഞ സമയത്തും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ല. ഓക്കെ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. അടുത്ത ചോദ്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത, അപ്പോൾ ആ ചോദ്യം വായിച്ചാൽ നിങ്ങൾക്കിപ്പം അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എന്നാണ്? 1910. ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച സബർമതി ആശ്രമം തുടങ്ങിയ വർഷം എന്നാണ്? 1915 അദ്ദേഹം സബർമതി ആശ്രമം തുടങ്ങുന്നത്. സത്യാഗ്രഹ ആശ്രമം എന്നറിയപ്പെടുന്ന ഇത് 1917 സബർമതി തീരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1934. നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1924. 1934 അദ്ദേഹം കോൺഗ്രസ് വിടുന്നതായിട്ട് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ഉപേക്ഷിക്കാൻ കാരണമായ സംഭവം ഏതാണ്? നമ്മൾ പഠിച്ചതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് നടന്നത്? 1919 ഏപ്രിൽ 13. അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഷോക്കായിരുന്നു. ഈ സംഭവത്തെ തുടർന്നാണ് അദ്ദേഹം ഈ കൈസർ-ഇ-ഹിന്ദ് പദവി തിരിച്ചു നൽകിയത്. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം? 1928 ബർദോളി സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച വർഷം? 1927 ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഗാന്ധിജി ഹരിജൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1933. ഹരിജൻ പ്രസിദ്ധീകരണം 1933. 1927 അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ബർദോളി സത്യാഗ്രഹം 1928. 1924 അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നത്. 1934 അദ്ദേഹം കോൺഗ്രസ് വിടുന്നത്. തുടർന്ന് പഠിക്കാം. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ച വ്യക്തി ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. നേതാജിയാണ് ആദ്യമായിട്ട് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവാക്കാൻ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1947 ഡൽഹിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവാക്കാൻ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിളിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്നാദ്യം വിളിക്കുന്നത്. അതേസമയം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആദ്യമായിട്ട്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ തെറ്റിപ്പോകരുത്, നേതാജിയാണ് രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്, അതേസമയം ടാഗോറാണ് മഹാത്മാ എന്ന് വിളിക്കുന്നത്. ഗാന്ധിജി ഹരിജൻ സേവക് സംഘം സ്ഥാപിച്ച വർഷം എന്നാണ്? 1932. ഒരു റിവിഷൻ എന്നോണം നമുക്ക് ഒന്നുകൂടി പറയാം. ഇതുവരെ ക്വസ്റ്റ്യനിൽ പഠിച്ച വർഷങ്ങൾ: 1924 കോൺഗ്രസ് പ്രസിഡന്റ്, 1928 ബർദോളി സത്യാഗ്രഹം, 1927 പുസ്തക പ്രകാശനം നമ്മൾ അതിനിടയ്ക്ക് പഠിച്ചു, 1933 ഹരിജൻ പ്രസിദ്ധീകരണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 1947 ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹത്തിനെ രാഷ്ട്രപിതാവാക്കാനുള്ള പ്രമേയം പാസ്സാക്കിയത്. 1932 ഹരിജൻ സേവക് സംഘം. ഇനി ഗാന്ധിജി പീസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ച വർഷം 1958. 1958 ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സ്ഥാപിതമാകുന്നത് 1958. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസം ഏതാണ്? 1948 ജനുവരി 30. ജനുവരി 30. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? മഹാദേവ് ദേശായി ആണ്. മഹാദേവ് ദേശായി ആണ് ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം പഠിച്ചു. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച വർഷം 1927 എന്ന് പഠിച്ചു.
ഗാന്ധിജിയുടെ ഇഷ്ടപ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ രചിച്ചത് ആരാണ്? ഗുജറാത്തി കവിയാണ് രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നരസിംഹ മേത്ത. ഈ നരസിംഹ മേത്ത എന്ന ഗുജറാത്തി കവി രചിച്ചതാണ് ഗാന്ധിജിയുടെ ഇഷ്ടപ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം എവിടെയാണ്? പുനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം. കസ്തൂർബ ഗാന്ധിയുടെ സമാധി എവിടെയാണ്? പൂനെയിലാണ്. കസ്തൂർബ ഗാന്ധിയുടെ സമാധി പൂനെയിലാണ്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസെന്റ് ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ ഉപവാസം 1913 ഫീനിക്സ് ആശ്രമത്തിൽ വെച്ചാണ്. നമ്മൾ രണ്ടാമത്തെ ഉപവാസം, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഉപവാസം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ അദ്ദേഹം നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സാമ്പത്തിക കാര്യ വ്യാഖ്യാതാവ് ആരാണ്? ജെ.സി. കുമാരപ്പ. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൻ്റെ മറ്റൊരു പേര്? സുദാമാപുരി. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൻ്റെ മറ്റൊരു പേരാണ് സുദാമാപുരി. ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്? ജയിൽവാസം എത്ര ദിവസം അനുഭവിച്ചിട്ടുണ്ട്? 2089 ദിവസങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ആരാണ് ജാലിയൻവാലാ ബാഗിലെ വെടിവെപ്പിന് ഉത്തരവിട്ടത്? ജനറൽ ഡയർ ആണ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയിൽ വെടിവെപ്പിന് ഉത്തരവിട്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടൊരു കാര്യം പറഞ്ഞോട്ടെ, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.